കാണുന്നത്. പിന്നെ ശനിയാഴ്ച ദിവസം സൂര്യദേവമഠ കുബേരാശ്രമത്തിൽ വെച്ച് കുബേര പൂജ നടക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുമെങ്കിൽ എത്തിക്കോളും. കാരണം നിങ്ങൾ വരുമ്പോൾ ഒരു തേങ്ങ നിങ്ങൾ താമസിക്കുന്ന വീടിന് ഒരു 3 പ്രാവശ്യം ഒഴിഞ്ഞൊരു തേങ്ങ കൊണ്ടുവരിക, നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞൊരു തേങ്ങ കൊണ്ടുവരിക, ഒരു നെയ്യ് സമർപ്പിക്കുക. നെയ്യ് സമർപ്പിക്കുന്ന കുബേര ഭഗവാന് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത് നെയ്യാണ്. നെയ്യ് സമർപ്പിക്കുക. സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് 108 നാണയം കൊണ്ടുവരിക. 108 നാണയം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഈ 108 നാണയം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ള കുബേര പൂജയാണ്. കാരണം ആ ഇത്രയും തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കുബേര വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ സൂര്യദേവമഠ കുബേരാശ്രമത്തിൽ. കുബേര കളരിയിൽ വിഷ്ണുമായ കുബേര ക്ഷേത്രം, അതിൻ്റെ കൂടെ വിഷ്ണുമായുണ്ട്. വിഷ്ണുമായയ്ക്കും ശനിയാഴ്ച കലശമുണ്ട്. കലശം നടത്താം, എല്ലാവർക്കും കലശം നടത്താൻ പറ്റും. അപ്പോൾ അതെല്ലാം ഇരിക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഒരു 10, 28, 30 വർഷം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന ഞാൻ ഇന്ന് വരെ ഈ ലാഫിംഗ് ബുദ്ധ കൊണ്ട് ഒരു മനുഷ്യനും ഒരു ദ്രോഹം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്.